മെഹനാസും സഫയും തമ്മിൽ വേർപിരിഞ്ഞുള്ള വാർത്ത പലർക്കും വിശ്വസിക്കാൻ സാധിച്ചില്ല. എന്നാൽ സഫ മറ്റൊരുത്തനൂടെ ഒളിച്ചോടിയെന്നാണ് മെഹനാസ് പറയുന്നത്. പക്ഷേ അതൊരു കള്ളമാണെന്ന് പറഞ്ഞ് സഫയും രംഗത്തെത്തി. കൂടാതെ ഇപ്പോൾ സഫ വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യം പലരെയും ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. ആദ്യ ഭാര്യ റിഫയുടെ മരണത്തെക്കുറിച്ച് പോലും ഇപ്പോൾ സഫ കുറെ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നു. താൻ മെഹനാസിനെ ഉപേക്ഷിച്ചത് കുഞ്ഞിന്റെ മുന്നിൽ വെച്ച് പോലും മെഹനാസ് എന്നെ വളരെ രീതിയിൽ ഉപദ്രവിച്ചിരുന്നു. ആണുങ്ങളെ തല്ലുന്നത് പോലെയാണ് എന്നെ അവൻ തല്ലിയത്. നിർത്താതെ ഇടിച്ചു. മാത്രമല്ല വേദന കൊണ്ട് കരയാൻ തുടങ്ങിയപ്പോൾ വീണ്ടും ഇടിക്കുമായിരുന്നു. അതും നിസ്സാര പ്രശ്നത്തിനാണ് ഈ ഇടിയൊക്കെ എനിക്ക് തരുന്നത്. യൂട്യൂബിന്റെ വരുമാനം കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ എന്റെ ഉപ്പയാണ് അവനൊരു കാറ് വാങ്ങിക്കൊടുത്തത്. പക്ഷെ കാറിന്റെ ലോൺ അടയ്ക്കാൻ നേരത്ത് മെഹ്നുവിന് എപ്പോഴും മടിയാണ്. അത് അവസാനം എന്റെ തലയിലിടും. നിരന്തരമായ ശാരീരികവും മാനസികവുമായ പീഡനം കൊണ്ടാണ് താൻ മെഹനാസിനെ ഉപേക്ഷിച്ചത്. ആദ്യ ഭാര്യയായ റിഫയുടെ മരണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവൾക്ക് വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നാണ് മെഹ്നു പറഞ്ഞത്. അന്ന് അവന്റെ വാക്ക് ഞാൻ വിശ്വസിക്കുകയായിരുന്നു. ഇവന്റെ സ്വഭാവം ഇപ്പോഴാണ് തനിക്ക് മനസ്സിലാവുന്നത്. ദുബായിൽ വെച്ച് ഒരു പ്രശ്നവുമില്ലാതെ റിഫ ആത്മഹത്യ ചെയ്യണമെങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ കാരണമുണ്ടാകും. മെഹ്നു വളരെ ഉപദ്രവകാരിയാണ്. സത്യം പറഞ്ഞാൽ ഒരു സൈക്കോ പോലത്തെ പ്രകൃതമാണ് മെഹ്നു. എന്തൊക്കെ വന്നാലും താൻ ഈ കേസുമായി മുമ്പോട്ട് പോകാനാണ് തീരുമാനമെന്നാണ് ഇപ്പോൾ സഫ പറയുന്നത്. എന്തൊക്കെ കരഞ്ഞ് നാടകം കളിച്ചാലും ഇനി താൻ ഒരിക്കലും മെഹ്നുവിനൊപ്പം ജീവിക്കാൻ പോകില്ല എന്നുള്ള ഉറച്ച തീരുമാനമാണ് ഇപ്പോൾ സഫ എടുത്തിരിക്കുന്നത്. റിഫയ്ക്കുണ്ടാവുന്ന അതേ അവസ്ഥ തനിക്കും ഉണ്ടാവാതെ രക്ഷപ്പെട്ടത് ദൈവത്തിന്റെ പുണ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സഫയ്ക്ക് പൂർണ്ണ പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഒരുപാട് പേർ കമന്റുമായി വരുന്നതാണ്.